നമ്മൾ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഒരു വ്ളോഗാണ്, ചെറിയൊരു വ്ളോഗാണ്. ഈ ഒരു കേക്ക് ഞാനിവിടെ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കേക്കിന്റെ ഡെക്കറേഷനും അതുപോലെ തന്നെ ചെറിയ ഇഫ്താറിന്റെ ചെറിയൊരു ഒരുക്കവും കൂടി കാണിക്കുന്നുണ്ട്. എല്ലാം കൂടി വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ഇഫ്താർ കഴിഞ്ഞിട്ട് ഇപ്പം നോമ്പ് തുറന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് അകത്തൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കേക്ക് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു. ഇപ്പൊ ഡെലിവറി കൊണ്ടുപോകാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതുപോലത്തെ വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്തോളൂ. അല്ലാതെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് റെസിപ്പിയാണോ അല്ല വ്ളോഗാണോ എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലോട്ട് വരുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പണിയുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും ഉമ്മ ഇവിടെ ചീരക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചീരക്കറിയും അതുപോലെ തന്നെ ഉണക്കമീൻ കറിയും ചോറും ഒക്കെ മുത്തായത്തിന് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. ഒരു 4-5 ദിവസമായല്ലോ നമ്മൾ പത്തിരി തന്നെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ പച്ചക്കറി വെച്ചതാണ്. അപ്പം ഞാൻ ഇവിടെ കേക്കിൻ്റെ ബാക്കി പണിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫിനിഷ് ചെയ്ത് വെക്കാം. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിയില്ല. അപ്പോൾ നോമ്പ് തുറന്ന പാടെ തന്നെ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് ക്രീം ബീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് പുറത്തെടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്നും കാണിക്കുന്നില്ല. വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള കേക്കാണ്. അതപ്പോൾ ഓൾറെഡി കുറേ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപോകും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ക്രീം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഫൈനൽ കോട്ടിങ് കൊടുത്തിട്ട് ഗ്രീൻ കളർ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇത് ലീഫ് ഗ്രീൻ കളറാണ്. ലീഫ് ഗ്രീൻ കളറ് ഞാൻ കുറച്ച് ക്രീമിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ക്രീമിലോട്ട് കുറച്ച് കളർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു കോട്ട് ജസ്റ്റ് കേക്കിൻ്റെ സൈഡിൽ കൊടുക്കാനായിട്ടാണ്. കാരണം ഇത് ഫുട്ബോൾ തീമിലുള്ള കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ കളർ കേക്കിൽ ഇരുന്നോട്ടെ എന്ന് കരുതി. അപ്പം ഞാൻ മൊത്തത്തിൽ കേക്കിൽ ഇടുന്ന ക്രീമിൽ അങ്ങനെ കളർ ആഡ് ചെയ്യാറില്ല. ഇതുപോലെയാണ് ഞാൻ കളറിട്ട ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം കളർ നമുക്ക് കേക്കിൽ ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ക്രീം അല്പം കൂടി ഞാൻ ഡാർക്ക് ആക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോറസ്റ്റ് ഗ്രീൻ ആണ്. അപ്പോൾ ഫോറസ്റ്റ് ഗ്രീനും ലീഫ് ഗ്രീനും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രീൻ കളർ കിട്ടും. അപ്പോൾ ഇത് സൈഡിൽ ഗ്രാസ് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ ഗ്രാസ് കൊടുക്കാനായിട്ട് 2 ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന നോസിൽ എന്ന് പറയുന്നത് GS1 എന്ന് പറഞ്ഞിട്ടുള്ള നോസിലാണ്. അപ്പോൾ ഗ്രാസ് പോലത്തെ ഡിസൈൻ വരുന്ന നോസിലാണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഗ്രാസ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാസ് ചെയ്യുമ്പം ക്രീം നല്ലോണം കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ ലൂസ് ആവാനും പാടില്ല. ലൂസായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കുഴഞ്ഞു പോവും. അപ്പോൾ ഇത് അല്പം ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ ഗ്രാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ
ഇതെന്താണ് സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നമ്മുടെ ഡോൾ കേക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഡോൾ ഇല്ലാത്ത ഡോൾ കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ എടുത്തിട്ടുള്ള സെയിം പ്രിൻ്റാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഫുട്ബോൾ തീമിൽ പ്രിൻ്റ് എടുപ്പിച്ചതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എവിടെയാണ് എടുപ്പിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർ, കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രിൻ്റ് എടുക്കുന്ന ഐഡിയാസ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഈ കട്ട് ചെയ്തിട്ടുള്ള പ്രിൻ്റൊക്കെ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫുട്ബോൾ പ്ലെയേഴ്സും അതുപോലെ തന്നെ ഫുട്ബോളും അതുപോലെ തന്നെ ഗോള് നെറ്റും ഒക്കെ ഞാൻ പ്രിൻ്റ് എടുപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പ്രിൻ്റ് എടുപ്പിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ തീം കേക്കൊക്കെ വരുമ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. പിന്നെ ലാസ്റ്റ് ടൈമിന് ഞാൻ കൊണ്ടുപോകാനാവുമ്പോഴാണ് പേര് എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാക്കി ഇഫ്താറിനുള്ള പരിപാടികൾ തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുമ്പം തന്നെ. പിന്നെ ഞാൻ കേക്കിനെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കൗണ്ടർ ടോപ്പിലായിട്ടുള്ള ക്രീമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൽ നമുക്ക് ഒരുപാട് പണിയുണ്ട്, എന്നാലും നമ്മൾ ആ ഒരു കേക്കിൻ്റെ ഭാഗം ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി. ഇതിവിടെ ഉമ്മ ഉഴുന്നരക്കുകയാണ് കേട്ടോ. നമ്മുടെ ഉഴുന്ന് വട തയ്യാറാക്കാനായിട്ട് ഉഴുന്നരക്കുകയാണ്. അപ്പോൾ ഉമ്മ ഉഴുന്നരക്കുമ്പോഴത്തേക്കും ഞാൻ വടക്കുള്ള ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇത് ഉമ്മയാണ് കേട്ടോ നമ്മുടെ വടക്കുള്ള ചട്നിക്കുള്ള തേങ്ങ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ഞാൻ കാണിച്ചിട്ടുള്ള അതേ ഗ്രൈൻഡറിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ തേങ്ങ ചിരകി എടുക്കുന്നത്. അപ്പോൾ ചിരവയിലല്ല, ഇതിലാവുമ്പം എളുപ്പമാണ്, കറണ്ടിലാണ്, പക്ഷേ എളുപ്പത്തിൽ നമുക്ക് തേങ്ങ ചിരകി എടുക്കാൻ പറ്റും. അപ്പോഴത്തേക്കും ഞാൻ വട റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വടക്ക് ഉമ്മ 2 ബാച്ചായിട്ടാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബാച്ച് കുറച്ച് ലൂസായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വടയുടെ ഷേപ്പിലൊന്നും അല്ല കേട്ടോ വട ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് നല്ല കട്ടി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ബാച്ച് കുറച്ച് ലൂസായി പോയി. അപ്പം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ വട നുള്ളി ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിക്സാക്കിയാൽ ശരിയാവുമോ എന്നറിയില്ല, പക്ഷെ ഞാൻ മിക്സാക്കാനൊന്നും നിന്നില്ല. പിന്നെ ഇത് മിക്സിയുടെ ജാറിൽ ഉമ്മ ചട്നിക്ക് അരക്കാൻ ഇട്ടിട്ടുള്ളതാണ്. അത് ചട്നി ഉമ്മ തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ പണിയുള്ളത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വട ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വട ചുടുന്നതിനിടയ്ക്ക് തന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ കസ്കസിൻ്റെ സർബത്താണ് ഡെയിലി ഉണ്ടാക്കുന്നത്, കസ്കസും തണ്ണിമത്തനൊക്കെ കൂടിയിട്ട്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിനിടയ്ക്ക് കസ്കസും കൂടി അവിടെ കുതിർന്നോളൂ. കസ്കസ് കുതിരാൻ കുറേ സമയമൊന്നും വേണ്ട, പക്ഷെ പിന്നീട് നമ്മൾ സർബത്ത് ഉണ്ടാക്കുന്ന സമയത്താണ് ഓർമ്മ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെള്ളത്തിലിട്ട് വെച്ചാൽ അങ്ങ് കുതിർന്നോളും. ഇതാ ഞാൻ കണ്ടില്ലേ വട ഇട്ടുന്നത് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് ലൂസായി പോയി. പിന്നെ നമ്മൾ ഷേപ്പാക്കി എടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമൊക്കെ വേണം. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നുള്ളി ഇട്ടിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇഫ്താറിന് ഉഴുന്നുവട ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുവട ഇഫ്താറിൻ്റെ സമയത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ ചട്നിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ദാ ഇവിടെ ഉണക്ക മീൻ വെള്ളത്തിലിടുകയാണ് കേട്ടോ, മുറിച്ചിട്ട്. ഉണക്ക സ്രാവാണ്. അപ്പോൾ ഇന്ന് ചോറിന് ഉണക്ക സ്രാവിൻ്റെ കറിയും അതുപോലെ തന്നെ ചീരക്കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഉണക്ക സ്രാവ് പിന്നീട് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് കരുതിയിട്ടാണ് ഉമ്മ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ മുളകിട്ട കറിയാണ് കേട്ടോ വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഉണക്ക സ്രാവിൻ്റെ കറി. അപ്പോൾ അതേ നമ്മുടെ വട ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വട ഞാൻ ഒരു ബാച്ച് എടുത്തിട്ട് അടുത്ത ബാച്ച് ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് വത്തക്ക സർബത്ത് റെഡിയാക്കാനായിട്ട് വത്തക്ക മുറിക്കുകയാണ്. ഇതാ നല്ല അടിപൊളി വത്തക്കയാണ് കേട്ടോ. ഇപ്പം മിനിഞ്ഞാന്ന് 2-3 നോമ്പിന് കിട്ടിയ വത്തക്കയും ഒരുവിധം ഒരു വെളുത്ത തരത്തിലുള്ള ഒരു മധുരവും ഇല്ലാത്ത വത്തക്കയായിരുന്നു. പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള വത്തക്കയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വത്തക്ക ഇങ്ങനെ നോമ്പുള്ള സമയത്തൊക്കെ കട്ട് ചെയ്യുമ്പം തന്നെ തിന്നാൻ ഭയങ്കരമായിട്ട് കൊതി വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വത്തക്ക കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വത്തക്ക മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴും ഒന്നും ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കാറൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇന്നിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പഞ്ചസാരയും കൂടി ഒരുമിച്ചിട്ട് ഇട്ടിട്ട് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മുടെ കസ്കസ് കുതിർത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വത്തക്ക നമുക്ക് ഇതുപോലത്തെ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇടയ്ക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പീസ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ നമ്മുടെ ചട്നിക്ക് ഉമ്മ കടുക് വറുത്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വടയുടെ പണിയും ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഫ്താറിൻ്റെ സമയമായിട്ട് എത്ര ഒന്ന് മാത്രം ഉള്ളതാ? 2 നോമ്പുണ്ട് തല്ലി? ഒന്നുള്ളതാ? നേരെ ഇരിക്കല്ല, നേരെ ഇരിക്ക. അപ്പോൾ ബാങ്ക് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നോമ്പ് തുറന്നിട്ട് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കേക്കിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പേര് എഴുതുന്നതിന് മുമ്പൊരു ഫോട്ടോ ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ പേര് എഴുതി കഴിഞ്ഞിട്ടും പിന്നെ ഒരു ഫോട്ടോ എടുക്കും. അപ്പോൾ അത് രണ്ടും കൂടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ കേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോമ്പ് തുറന്ന പാടിൽ തന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് വിളിച്ചിട്ടൊക്കെ ചോദിച്ചിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് പാക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.